ഇനി പോളിടെക്നിക് ലെക്ചർ വരും, അസിസ്റ്റന്റ് പ്രൊഫസർ വരും, ടീച്ചിങ് ജോബ് ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിലും ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് ഇപ്പം വന്ന ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ പ്രകാരം നമ്മുടെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇലക്ട്രിക്കൽ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സോ നമ്മുടെ എല്ലാ ബ്രാഞ്ചസിൻ്റെയും പുറകെ നമ്മുടെ നോട്ടിഫിക്കേഷൻ വരുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു പോസ്റ്റാണ് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എന്ന് പറയുന്നത്. സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ ഉടൻ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ കഴിഞ്ഞ ലിസ്റ്റ്, നമുക്ക് ഈ പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കാം തുടങ്ങിയ വീഡിയോസാണ് ഇന്നത്തെ നമ്മുടെ ഒരു സെഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ അല്ലെ ഡെമോൺസ്ട്രേറ്റർ ആണ് നമ്മുടെ പോസ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് കഴിഞ്ഞ ഒരു ലിസ്റ്റ് നോക്കാം. അതിന് മുന്നേ നമുക്ക് ഒരു ചെറിയൊരു മോട്ടിവേഷനോട് കൂടി തുടങ്ങാം. ഫെയിലർ വിൽ നെവർ ഓവർടേക്ക് മീ ഇഫ് മൈ ഡിറ്റർമിനേഷൻ ടു സക്സീഡ് ഇസ് സ്ട്രോങ് ഇനഫ്. അതായത് നമുക്ക് എപ്പോഴും ഒരു പേടി ഉണ്ടായിരിക്കും. നമ്മൾ ഈ പരീക്ഷയൊക്കെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ തോറ്റു പോകുമോ, അല്ലെങ്കിൽ നമുക്കിത് നേരിടാൻ പറ്റുമോ എന്നുള്ളൊരു ചെറിയ ഭയം എല്ലാവർക്കും ഉണ്ടായിരിക്കും. നമുക്കിത് സക്സസ്ഫുള്ളി നമുക്കത് ക്രാക്ക് ചെയ്ത് റാങ്ക് ലിസ്റ്റിൽ കയറി ജോലി കിട്ടുന്നവരെ നമുക്ക് ആ ഒരു ടെൻഷൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും അല്ലേ. സോ ഈ ഒരു ടെൻഷൻ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്കൊരു ഡിറ്റർമിനേഷനാണ് ആക്ച്വലി വേണ്ടത്. എന്നെ കൊണ്ട് ഇത് പറ്റും എന്നുള്ളൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി മാത്രമേ എക്സാംസിന് അപ്രോച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ എപ്പോഴും ഒരു ഡൗട്ട്ഫുൾ മൈൻഡോടെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമുക്ക് നമ്മുടെ റിസൾട്ടും ഒരു ഡൗട്ട്ഫുൾ ആയിട്ട് തന്നെ ഇരിക്കത്തുള്ളൂ. എപ്പോഴും കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് കിട്ടും എന്നുള്ള രീതിയിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഏതൊരു പോസ്റ്റ് നേടിയെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നിരുന്ന വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിനെ കുറിച്ചിട്ടാണ്. വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എന്ന് പറഞ്ഞാൽ ടീച്ചിങ് ജോബൊക്കെ താല്പര്യമുള്ള ആൾക്കാർക്ക് നമുക്ക് സുഖമായിട്ട് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ജോലിയാണ്. അത് വലിയ ടെൻഷനൊന്നും എടുക്കാൻ താല്പര്യമില്ല. അസിസ്റ്റന്റ് എഞ്ചിനീയർ അല്ലെങ്കിൽ ഓഫീസർ പോലുള്ള ജോലിയിൽ പോയി ഒരുപാട് ടെൻഷൻ എടുക്കാൻ താല്പര്യമില്ലെങ്കിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റിയ ഒരു ജോലി തന്നെയാണ് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ കഴിഞ്ഞ ലിസ്റ്റ് ഒന്ന് നോക്കാം. അതായത് നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് വന്നത് 2022 ഗസറ്റ് ഡേറ്റ് 31/12/2022 വന്നത്. നമ്മൾ അപ്ലൈ ചെയ്തത് 1/2 ലാസ്റ്റ് ഡേറ്റ് 1/2/2023 ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഗ്രേഡ് 2 ഡെമോൺസ്ട്രേറ്റർ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്. നമുക്ക് നമ്പർ ഓഫ് വേക്കൻസീസ് വന്നത് നോട്ടിഫിക്കേഷൻ പ്രകാരം 36 വേക്കൻസി ആയിരുന്നു. നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് നോട്ടിഫിക്കേഷനിൽ ഗസറ്റിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു 36 വേക്കൻസീസ് ആയിരുന്നു ഉണ്ടായിരുന്നു. പേ സ്കെയിൽ ഒന്ന് കണ്ടോ, 41,300 to 87,000. വലിയ കുഴപ്പമില്ലാത്ത പേ സ്കെയിലും ഉണ്ട് നമുക്ക്. അപ്പോൾ ഇവിടെ നമുക്ക് 36 വേക്കൻസിയോട് വന്ന പരീക്ഷയാണ്. ഡയറക്റ്റ്ലി നമ്മുടെ സാധാരണ സംഭവം തന്നെയാണ്. അതായത് നമ്മുടെ 2023 ഏജും ഒക്കെ കാര്യങ്ങൾ. നമ്മുടെ ക്വാളിഫിക്കേഷൻ ഒന്ന് നോക്കാം. ഡിപ്ലോമയാണ് പറഞ്ഞിരിക്കുന്നത്. ഡിപ്ലോമയാണ് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഡിപ്ലോമ ഉണ്ടെങ്കിൽ പോലും ബിടെക്കും എംടെക്കും ഉള്ളവർക്കൊക്കെ അപ്ലൈ. സോ ഡിപ്ലോമ, ബിടെക്, എംടെക് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് വരാനിരിക്കുന്ന ഒരു മികച്ച അവസരമാണ് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ. നോക്കുക, നമുക്ക് കഴിഞ്ഞ നോട്ടിഫിക്കേഷനിൽ വന്ന വേക്കൻസി 36 ആയിരുന്നു. ഓക്കെ, അപ്പം നമുക്കിനി നമ്മുടെ ഷോർട്ട് ലിസ്റ്റിൻ്റെ നോക്കാം. ഷോർട്ട് ലിസ്റ്റ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ലിസ്റ്റിൽ 151 പേരാണ് വന്നത്. 36 വേക്കൻസീസുമായിട്ട് നോട്ടിഫിക്കേഷൻ വന്നൊരു പരീക്ഷയാണ്. നമുക്ക് മെയിൻ ലിസ്റ്റിൽ വന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം 151. ഇനി സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 176 ആൻഡ് ഡിഫറൻഷ്യലി ഏബിൾഡ് ആൾക്കാരുടെ 15. അങ്ങനെ ടോട്ടലി നമുക്ക് വന്ന 342 പേരായിരുന്നു ലിസ്റ്റിൽ വന്ന. 342 പേര് അതിൽ മെയിൻ ലിസ്റ്റിൽ 150. ഏകദേശം പകുതി ആൾക്കാർ കൂടുതൽ നമുക്ക് പകുതിയോളം ആൾക്കാർ മെയിൻ ലിസ്റ്റിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു നമ്മുടെ ലിസ്റ്റ് വന്നത്. ഷോർട്ട് ലിസ്റ്റ് വന്നത് ഇതാണ്. റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമുക്ക് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 2024 23/8/2024 2024 നമ്മുടെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നത്. അപ്പം നമുക്കറിയാം 2027 വരെ നമുക്ക് വാലിഡിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ 2026 ആയി. 2027 എന്ന് പറഞ്ഞാൽ അടുത്ത വർഷമാണ്. സോ ഈ വർഷം എപ്പോൾ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വേക്കൻസി അപ്ഡേറ്റ് ആയി നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇനി അതിൻ്റെ അഡ്വൈസിലേക്കൊന്ന് പോവാം. നമുക്ക് 36 വേക്കൻസീസ് ആയിരുന്നല്ലോ നമ്മുടെ നോട്ടിഫിക്കേഷൻ പ്രകാരം വന്നിരിക്കുന്നത്. കറൻ്റ്ലി നമുക്ക് ലിസ്റ്റിന് ഇനിയും വാലിഡിറ്റി ഉണ്ട്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് അഡ്വൈസ് പോയിരിക്കുന്നത് 2026. ഇപ്പോൾ ഈ വർഷം സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ഏപ്രിൽ മാസത്തിലാണ് പോയിരിക്കുന്നത്. ഇപ്പോഴും അഡ്വൈസസ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ടോട്ടൽ പോയ അഡ്വൈസസിൻ്റെ എണ്ണം 70. അപ്പോൾ 36 വേക്കൻസിയുമായിട്ട് വന്നൊരു പരീക്ഷയാണ്. അതിൻ്റെ ഡബിൾ അഡ്വൈസസ് ഓൾറെഡി ഇപ്പോൾ പോയിട്ടുണ്ട്. ലിസ്റ്റ് നിലവിൽ വന്ന് 23/8/2024 2027 8 മാസം വരെ നമ്മുടെ ലിസ്റ്റിന് വാലിഡിറ്റി ഉണ്ട്. ലിസ്റ്റിന് ഇനി ഒരു വർഷത്തിൽ കൂടുതൽ വാലിഡിറ്റി ഉണ്ട്. അപ്പം തന്നെ നമുക്ക് 70 അഡ്വൈസസ് പോയിട്ടുണ്ട്. 36 വേക്കൻസിയുമായി വന്ന പരീക്ഷയാണ്. എപ്പോഴും നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യമാണ്, ഒരിക്കലും വേക്കൻസി നോക്കി പഠിക്കരുത്. വേക്കൻസി 1 ആണെങ്കിലും 2 ആണെങ്കിലും പരീക്ഷ അറ്റൻഡ് ചെയ്യുക. നമുക്ക് അഡ്വൈസസ് എന്തായാലും അതിൽ കൂടുതൽ പോകും. സോ ഇത് മികച്ചൊരു അവസരമാണ് എന്നുള്ളൊരു കാര്യമാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. 36 വേക്കൻസിയുമായിട്ട് വന്ന പോസ്റ്റിൽ ഇതിനോടകം തന്നെ 70 അഡ്വൈസ് പോയി. ഒരു വർഷത്തിൽ കൂടുതൽ നമുക്കിനിയും എന്തുണ്ട്, ഒരു വർഷം ഒരു മാസം നമുക്കിനി റാങ്ക് ലിസ്റ്റ് നിലനിൽക്കാനിരിക്കുന്നുണ്ട്. ഇപ്പോഴും അഡ്വൈസസ് പോകുന്നുണ്ട്. ഓപ്പൺ കാറ്റഗറി നമുക്ക് 55ാമത്തെ റാങ്ക് വരെയാണ് അഡ്വൈസസ് പോയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഓപ്പൺ കാറ്റഗറി റാങ്ക് നോക്കിയാൽ പോലും നോട്ടിഫിക്കേഷനിൽ വന്ന വേക്കൻസിനേക്കാളും കൂടുതൽ അഡ്വൈസസ് പോയിട്ടുണ്ട്.
സോ ഇതാണ് നമ്മുടെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിൻ്റെ ഒരവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന എഞ്ചിനീയറിംഗ് ഡ്രോയിങ്, ഓട്ടോക്യാഡ്, ബിൽഡിംഗ് പ്ലാനിങ്, എസ്റ്റിമേഷൻ, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, ബിൽഡിംഗ് മെറ്റീരിയൽ സർവേയിങ്, പിന്നെ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ക്വാണ്ടിറ്റി ടെക്നോളജി, അതാണ് മോസിനൊക്കെ വെയിറ്റേജ് കൂടുതൽ വരും. വാട്ടർ സപ്ലൈ, ഹൈഡ്രോളജി, ഇറിഗേഷൻ, ട്രാൻസ്പോർട്ടേഷൻ. അപ്പോൾ ഇതിൽ നിങ്ങൾ കഴിഞ്ഞ പരീക്ഷയുടെ ഒരു അനാലിസിസും കൂടിയാണിത്. മെക്കാനിക്സ് സോളിഡ്സ്, അതുപോലെ തന്നെ സർവേയിങ്, വാട്ടർ സപ്ലൈ എഞ്ചിനീയറിംഗ്, കുറഞ്ഞ സബ്ജക്ട്സ് ഡോമിനേറ്റ് ചെയ്ത് നമുക്ക് വന്നിട്ട് എസ്റ്റിമേഷൻ, എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ഒക്കെ നമുക്ക് ഡോമിനേറ്റ് ചെയ്ത്, സർവേയിങ് ഒക്കെ 10 കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് കയറി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന സബ്ജക്ട്സ് ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ കയറാനായിട്ട് സാധിക്കും. നമുക്ക് ഫ്ലൂയിഡ് മെക്കാനിക്സ്, എഞ്ചിനീയറിംഗ് ഡ്രോയിങ്, ഓട്ടോക്യാഡ്, ഹൈഡ്രോളിക്സ് ആയിട്ടാണ് പറയുന്നത്. ദെൻ എസ്റ്റിമേഷൻ, കോസ്റ്റിംഗ് ആൻഡ് വാല്യുവേഷൻ, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, സർവേയിങ്, ബിൽഡിംഗ് മെറ്റീരിയൽസ്. ഇത്ര നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗ് പോർഷൻസ് ആണ്. ക്വാണ്ടിറ്റി ടെക്നോളജി, ഹൈഡ്രോളജി, വാട്ടർ സപ്ലൈ, ഇറിഗേഷൻ, ട്രാൻസ്പോർട്ടേഷൻ, എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്, ഡിസൈൻ ഓഫ് സ്റ്റീൽ സ്ട്രക്ചേഴ്സ്, RCC. ഇതെല്ലാം ഡിപ്ലോമ ലെവലിൽ നമ്മുടെ ഒരു സിലബസ് പ്രകാരമാണ് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ നമുക്ക് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് എടുക്കുമ്പോൾ സിലബസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. സാധാരണ നമ്മുടെ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൽ വരുന്ന ഡ്രോയിങ് ഷീറ്റ്, ഡ്രോയിങ് ഇൻസ്ട്രുമെൻറ്റ്സ്, പിന്നെ പ്രൊജക്ഷൻസ്, അത്രയും കാര്യങ്ങൾ വരുന്നുണ്ട്. ദെൻ രണ്ടാമത് ഓട്ടോക്യാഡാണ്. ഓട്ടോക്യാഡിൻ്റെ ബേസിക് ടൂൾസ്, പിന്നെ ഫങ്ഷണൽ കീസ്, ഷോർട്ട് കട്ട്സ്, അങ്ങനത്തെ കാര്യങ്ങൾ. ദെൻ ബിൽഡിംഗ് പ്ലാനിങ് ആൻഡ് ഡ്രോയിങ്ങിനകത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് സാധാരണയുള്ള നമ്മുടെ കുറച്ച് ബേസിക് ടേംസ് ഉണ്ടല്ലോ, NBC, അതുപോലെ തന്നെ KMBR വെച്ചിട്ട് പഠിക്കേണ്ടി വരും. ദെൻ സർവേയിങ് എടുക്കുമ്പോൾ ചെയിൻ, കോമ്പസ്, പ്ലെയിൻ ടേബിൾ, തിയോഡലൈറ്റ്, ലെവലിംഗ്, കോണ്ടൂറിങ്, ടോട്ടൽ സ്റ്റേഷൻ, GPS, GIS, ഇത്രയുമാണ് സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. ദെൻ നമുക്ക് ബിൽഡിംഗ് കമ്പണൻസ് എടുക്കുമ്പോഴത്തേക്ക് ഫൗണ്ടേഷൻ, ഫ്ലോർ, റൂഫ്, അതുപോലെ തന്നെ വിൻഡോ, ഡോർ ആൻഡ് വിൻഡോ, ലിൻഡൽ ആൻഡ് സൺഷെയ്ഡ്, സ്റ്റെയർ കേസ്, സീലിങ്സ്, ഇത്രയും കാര്യങ്ങളാണ് വരിക. ദെൻ തിയറി ഓഫ് സ്ട്രക്ചേഴ്സിനകത്ത് ഫോഴ്സ്, മൊമെൻറ്റ്, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽ, തെർമൽ സ്ട്രെസ്, സ്ട്രെയിൻ എനർജി, ബെൻഡിങ്, ഷിയർ ഫോഴ്സ്, ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം. ദെൻ ഡിസൈൻ ഓഫ് സ്ട്രക്ചേഴ്സ് എടുക്കുമ്പോൾ കോൺക്രീറ്റ്, ലിമിറ്റ് സ്റ്റേറ്റ് ഡിസൈൻ, ലിമിറ്റ് സ്റ്റേറ്റിൻ്റെ ബീംസ് മാത്രമേ എടുത്ത് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ബീംസ് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം. ദെൻ സ്റ്റീൽ എടുക്കുമ്പോൾ നമുക്ക് പ്രോപ്പർട്ടീസ്, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്, ബോൾട്ടഡ് ആൻഡ് വെൽഡഡ് കണക്ഷൻ, പ്ലേറ്റ് ഗർഡർ. ദെൻ നമുക്ക് ക്വാണ്ടിറ്റി സർവേയിങ് ആൻഡ് വാല്യുവേഷൻ, എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിങ്ങിനകത്ത് എസ്റ്റിമേഷനും ഉണ്ട്, അതുപോലെ തന്നെ റേറ്റ് അനാലിസിസ് ഉണ്ട്, വാല്യുവേഷനും ഉണ്ട്. ഓക്കെ, നമുക്ക് ഇതിനകത്ത് വലിയ കാര്യമായിട്ട് ഇൻ ഡെപ്ത് നമ്മൾ ഫസ്റ്റ് ഗ്രേഡ് പോലെ പറയുന്നില്ല. നമുക്കിനി ഫൈനൽ സിലബസ് വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. ദെൻ നമുക്ക് എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് എടുക്കുമ്പോൾ വാട്ടർ സപ്ലൈയും സാനിറ്ററി എഞ്ചിനീയറിംഗും ഉണ്ട്. രണ്ടിനും വെയിറ്റേജ് കൂടുതലാണ്, നന്നായി പഠിച്ചിട്ട് തന്നെ പോകേണ്ടി വരും. ദെൻ ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് വരും. ഇറിഗേഷനിൽ ബേസിക് നമുക്ക് ഇറിഗേഷൻ, അതിൻ്റെ ഡിഫറെൻറ്റ് മെത്തേഡ്സ്, ടൈപ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ വാട്ടർ റിക്വയർമെൻറ്റ്, ഹൈഡ്രോളജിയിൽ കുറച്ച് റെയിൻ ഗേജ്, അങ്ങനെ കാര്യങ്ങൾ. ഹൈവേ എഞ്ചിനീയറിംഗിലാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ആകെ IRC, ക്ലാസിഫിക്കേഷൻ ഓഫ് റോഡ്, ട്രാഫിക് എഞ്ചിനീയറിംഗും ട്രാഫിക് സയൻസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ സിലബസിനകത്ത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് നമ്മുടെ സിലബസ്, എക്സ്പെക്റ്റഡ് സിലബസ് എന്ന് ഞാൻ പറയുന്നുള്ളൂ. ഇതിനകത്ത് ഇനി മോഡിഫിക്കേഷൻസ് വരാം. ഫൈനൽ സിലബസ് വന്നാൽ മാത്രമേ നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. എന്നാലും പഠിക്കേണ്ട സബ്ജക്ട്സ് ഏതാണ് എന്നൊരു ഐഡൻറ്റിഫിക്കേഷൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ കിട്ടിയെന്ന് വിചാരിക്കുന്നു. സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ കോർ സബ്ജക്ട്സ് എല്ലാം തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. സോ ഇപ്പം നമ്മൾ AE എക്സാംസ് ഒക്കെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അടുത്ത മാസം നമുക്ക് AE എക്സാം ഉണ്ട്. ഈ മാസം ലാസ്റ്റ് നമുക്ക് ഫസ്റ്റ് ഗ്രേഡ് ഉണ്ട്. അതിനുശേഷം സെക്കൻഡ് ഗ്രേഡും തേർഡ് ഗ്രേഡ്, KW OC ഗ്രേഡ് 2 ഉണ്ട്, അതുപോലെ തന്നെ LSCD ഗ്രേഡ് 3 ഉണ്ട്. പക്ഷേ ഇതെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ കമ്പൈൻഡ് ആയിട്ട് ഈ പറഞ്ഞ കോർ സബ്ജക്ട്സ് ഒക്കെ തന്നെ ടച്ച് ചെയ്താണ് പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ പഠനം നിർത്തേണ്ട ആവശ്യമില്ല. വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിൻ്റെ കോഴ്സ്, അല്ലെങ്കിൽ നിങ്ങൾ ഇനി ഈ ഒരു പർട്ടിക്കുലർ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിൻ്റെ ആ ഒരു സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു രീതിയിൽ തന്നെ പഠിക്കാൻ നമുക്ക്. ഇത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടാൻ നല്ലൊരു അവസരമായതുകൊണ്ടാണ് പറയുന്നത്. ടീച്ചിങ് ജോബാണ്. ഇനി പോളിടെക്നിക് ലെക്ചർ വരും, അസിസ്റ്റന്റ് പ്രൊഫസർ വരും. ടീച്ചിങ് ജോബ് ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിലും ഡിപ്ലോമ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കും BTechോട് കൂടി തന്നെ നമുക്കൊരു BTech കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിലും വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ അത്യാവശ്യം നല്ലൊരു പോസ്റ്റാണ്. വലിയ ടെൻഷനില്ല, വളരെ കൂളായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റിയൊരു പോസ്റ്റും കൂടിയാണ്. സോ സിലബസ് ഒക്കെ ഏകദേശം നമുക്ക് ധാരണയുണ്ട്. ഫൈനൽ സിലബസ് വന്നാൽ മതി. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കയ്യിലുള്ള റിസോഴ്സസ് ഉപയോഗിച്ച് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇന്ന് തന്നെ തയ്യാറെടുത്ത് തുടങ്ങണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാര്യം കഴിഞ്ഞ ഒരു നോട്ടിഫിക്കേഷൻ എന്തായിരുന്നു അവസ്ഥ, അതിൻ്റെ ഇപ്പോഴത്തെ അഡ്വൈസ് അവസ്ഥ എല്ലാം നിങ്ങൾ കണ്ടതാണ്. സോ യു വിൽ ബി കൺവിൻസ്, നിങ്ങൾക്ക് അറിയാം ഇതൊരു പരിശ്രമിച്ച് കഴിഞ്ഞാൽ കിട്ടാൻ പറ്റുന്ന ഒരു ജോബാണ് എന്ന് മനസ്സിലാക്കി കാണും എന്ന് വിചാരിക്കുന്നു. സോ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിൻ്റെ കൂടുതൽ കോഴ്സ് നമ്മൾ കോഴ്സ് കൊടുക്കുന്നുണ്ട്. വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സസ് അവൈലബിൾ ആണ്. സോ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ, അല്ലെങ്കിൽ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താലോ മതി. അപ്പോൾ നിങ്ങൾ മറക്കണ്ട, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ സിവിൽ എഞ്ചിനീയറിംഗ് നോട്ടിഫിക്കേഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അടുത്ത വർഷമാണ് ലിസ്റ്റ് എക്സ്പയർ ആവുന്നെങ്കിൽ പോലും നമ്മൾ നോട്ടിഫിക്കേഷൻ വരാൻ കാത്തിരിക്കുന്നില്ല. ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങുന്നു. താങ്ക് യു.